നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 മെയ് മാസം 8-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 25-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ശരിക്കും ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ശുഭനക്ഷത്രവും ശുഭദിനവും വന്നിരിക്കുന്നതിൻ്റെ പേരിൽ ശുഭകാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇന്നത്തെ ദിവസം എടുക്കാം. ഇന്ന് വ്യാഴാഴ്ചയാണ്. എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങണം. കാരണം നമുക്ക് രാവിലെ തന്നെ നിങ്ങളെ ഈ വിവരം അറിയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ദിവസം വരുന്ന സമയത്ത് എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നേട്ടം ഉണ്ടാക്കാമോ അത് നേട്ടം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് വ്യാഴം സാമ്പത്തിക കാരകത്വം വഹിച്ച ഗ്രഹമാണ്. സാമ്പത്തികമായി പുരോഗതിയെ തരും. കിട്ടാതിരിക്കുന്ന ധനം കിട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ കിട്ടും. അതുപോലെ പുതിയ സംരംഭങ്ങൾക്ക്, പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കച്ചവടങ്ങളിലോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ ഇടപെടാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ മേടമാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് 1 വർഷം കിട്ടും. ഞാനൊരു ദിവസത്തെ കാര്യമാണ് മുമ്പ് പറഞ്ഞത്. 1 വർഷം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ 1 വർഷം നിങ്ങൾ ഭാഗ്യദായകമായി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ കുറേ 4-5 വർഷത്തിലൊരിക്കലായിരിക്കും നമുക്ക് 1 വർഷം നല്ല സമയം കിട്ടണേ. ആ സമയത്തെ മാക്സിമം വിനിയോഗിച്ചോളണം. സാമ്പത്തികമായിട്ട് മാക്സിമം ആ 1 വർഷത്തെ വിനിയോഗിക്കണം. കാരണം പലതരത്തിൽ പുരോഗതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. പുതിയ വല്ല സംരംഭം തുടങ്ങണമെങ്കിൽ തുടങ്ങണം. ജോലിയിരിക്കുന്ന ആളിന് പ്രമോഷൻ കിട്ടും. പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. അതേപോലെ നമുക്ക് അപ്രതീക്ഷിത ധന നേട്ടം, അതാണ് കച്ചവടങ്ങളിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റോ ലോട്ടറിയിൽ നിന്നോ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നോ ഒക്കെ പ്രതീക്ഷിക്കാതെ ധനം വരുന്ന കാലഘട്ടമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അത് വിജയത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഇന്നും നമുക്ക് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. ഇന്നും രാഹുകാല സമയം വന്നിരിക്കുന്നത് 1:54 തൊട്ട് 3:27 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ 1:30 തൊട്ട് 3 മണി വരെ എന്ന് വെച്ചിരിക്കുന്നതാണ് ഈ സമയം വരുന്നത്. അതുകൊണ്ടാണ് രാഹുകാല സമയം ശുഭയാത്രയ്ക്ക് എടുക്കാതിരിക്കുക. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും ബന്ധമുള്ള സമയം. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:16 തൊട്ട് 10:48 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6:09 തൊട്ട് 7:42 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്, നല്ല ദിവസമാണെങ്കിൽ പോലും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും വന്നിരിക്കുന്നത് 11:47 തൊട്ട് 12:45 വരെ തന്നെയാണ്. 48 മിനിറ്റിൽ ഒരു 4 മിനിറ്റ് ഒഴിവാക്കിയാൽ 44 മിനിറ്റ് അഭിജിത്ത് മുഹൂർത്തത്തിന് എടുക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ തടസ്സമൊക്കെ മാറി കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആവാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. യെല്ലോ ഷെയ്ഡ്, ഗോൾഡൻ കളറ് അതുപോലെയുള്ള വസ്ത്രധാരണം നമ്മൾ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യുകയും കുറച്ചുകൂടി നമുക്ക് പ്രകാശിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.